ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ നമ്മൾ ഒരു ദിവസം ഓൺലൈനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? നമ്മൾ റീൽസ് കാണാറുണ്ട്, വീഡിയോസ് കാണാറുണ്ട്, ഗെയിം കളിക്കാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇൻഫാക്ട് നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിന്റെ പകുതിയിലധികം സമയം നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്യാനാണ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ആക്ച്വലി എന്തെങ്കിലും ഉപയോഗം കിട്ടുന്നുണ്ടോ? നമുക്ക് കുറച്ച് നോളജ് കിട്ടുമായിരിക്കും, നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എൻജോയ്മെന്റ് കിട്ടുമായിരിക്കും, നമ്മുടെ സമയം നല്ല രീതിയിൽ ചെലവഴിച്ചു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരിക്കും. എന്നാൽ ഇതൊന്നും അല്ലാണ്ട് ആക്ച്വലി നമുക്ക് എന്തെങ്കിലും ഉപയോഗം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വഴി കിട്ടുന്നുണ്ടോ? സത്യത്തിൽ ഇല്ല. എന്നാൽ ഞാൻ പറയുകയാണ്, റീൽസ് കാണുന്നത് വഴി, മ്യൂസിക് കേൾക്കുന്നത് വഴി, ന്യൂസ് കാണുന്നത് വഴിയൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. അതെ, വളരെയധികം, അല്ലെങ്കിൽ ആർക്കും അറിഞ്ഞൂടാത്ത ഒരു സംഭവമാണിത്. സത്യത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഈ പറയുന്ന നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ക്യാഷ് തരുന്നുണ്ട്. ആൻഡ് പലർക്കും ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയയും ഈ പറയുന്ന ആപ്സിനെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് ഞാൻ ഇന്നുവരെ കണ്ടിട്ട് പോലില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ പറയുന്ന ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഇന്റർനെറ്റിൽ നിന്ന് ആക്ച്വലി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് എത്തിക്കുകയും അതുവഴി എല്ലാവർക്കും ഒരു സൈഡ് ഇൻകം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് എന്റെയും ഈ പറയുന്ന ചാനലിന്റെയും ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മേക്ക് മണി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഈ ആപ്പ് കിട്ടും. ആക്ച്വലി മേക്ക് മണി എന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ട്. സോ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്യുമ്പോഴേക്കും ഈ പറയുന്ന ആപ്പ് വരും. ആൻഡ് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് നല്ല റേറ്റിംഗ്സ്, നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് യൂസേഴ്സ് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നല്ല രീതിയിൽ പേ ഔട്ട് കിട്ടിയ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിന്റെ റിവ്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, റേറ്റിംഗ് നോക്കിയാൽ മനസ്സിലാവും, വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണിത്. സോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഈ ഒരു പേജ് ആയിരിക്കും ആദ്യം വരുന്നത്. ഇതിനകത്ത് നമ്മുടെ ആപ്പിൽ നിന്ന് കിട്ടുന്ന ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇതിന്റെ ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നുണ്ട്. സോ ഇതിനകത്ത് നമുക്കറിയാം, നമുക്ക് ആദ്യം വരുന്നത് ഈ പറയുന്നത് ന്യൂസ്, മ്യൂസിക്, അല്ലെങ്കിൽ റീൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ, പ്ലേ ഗെയിംസ്, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് പോയിന്റ്സ് ആയിരിക്കും കിട്ടുന്നത്. ഈ കിട്ടുന്ന പോയിന്റ്സ് എല്ലാം നമുക്ക് പേപാലിൽ പോയിട്ട് ഇത് ഡോളേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത ശേഷം പേ ഔട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഈ പറഞ്ഞ പോയിന്റ്സ് കൺവേർട്ട് ചെയ്തും പേപാലിലോട്ട് പോകും. അത് മാത്രമല്ല, ചില ആക്ടിവിറ്റീസ്, ഈ സർവേസ് അല്ലെങ്കിൽ നമ്മുടെ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പോയിന്റ്സ് അല്ല വരുന്നത്, നമുക്ക് ആക്ച്വലി ക്യാഷ് തന്നെയാണ് വരുന്നത്. സോ വളരെ ഈസി ആണ്, അതായത് പോയിന്റ്സിന്റെ പുറകെ പോകുന്നതിനേക്കാളും ഗെയിം കളിക്കുന്ന വഴി നമുക്ക് ഡയറക്ട്ലി ക്യാഷ് കിട്ടുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ അത് നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കുന്നത് വഴി ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു ആപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വേറൊരു ആപ്സിൽ കണ്ടിട്ടില്ല. ആൻഡ് അത് വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നമുക്കറിയാം, ജസ്റ്റ് ഒരു സോങ് ഇട്ട് പ്ലേ ചെയ്ത് വെച്ചിട്ട് പോയാൽ മതി. ആ ലൂപ്പിൽ അതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും, ഒരുപാട് സോങ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആൻഡ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ഫോൺ ഓണാക്കി അവിടെ വെച്ചിട്ട് പോകുന്നു, പാട്ടൊന്നും ഓണാക്കി വെച്ചിട്ട് പോകുന്നു. നമ്മൾ രാവിലെ അങ്ങനെ ഓണാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആവുമ്പോഴേക്കും നമുക്ക് നല്ലൊരു എമൗണ്ട് ഓഫ് പോയിന്റ്സ് നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കിടക്കും. അതിന്റെ ആ പോയിന്റ്സ് എല്ലാം നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ലിറ്ററലി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടത് നമുക്ക് ആക്ച്വലി ഇതിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഈ ആപ്സിനകത്തുള്ള ഏർണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ അതല്ലാണ്ട് സർവേസ്, അങ്ങനെ ചെറിയ ആക്ടിവിറ്റീസും വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി വളരെ നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഇനി നമുക്ക് തോന്നുന്നുണ്ടാവും, ഓക്കെ, നമ്മളിപ്പോൾ പറയുന്ന മാതിരി റീൽസ് കാണുന്നതിന് നമുക്ക് വേറെ ആപ്ലിക്കേഷൻ, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണാറുണ്ട്, യൂട്യൂബിൽ ഷോർട്സ് കാണാറുണ്ട്, ഇതിനൊന്നും നമുക്ക് ആക്ച്വലി ക്യാഷ് കിട്ടുന്നില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ക്യാഷ് തരുന്നു? ഇത് നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷന് ഒരിക്കലും യൂസേഴ്സിന് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് യൂസേഴ്സ് ആവശ്യം പോലെ ഉണ്ട്. പക്ഷെ അതുപോലെയല്ല മറ്റു ചില ആപ്ലിക്കേഷന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ പല ആപ്ലിക്കേഷൻസും ആദ്യം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു സീഡ് ഫണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കാണും. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് അവർ പല രീതിയിൽ ഡിവൈഡ് വെച്ചിട്ടുണ്ടാവും. അതിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നതാണ്. അതായത് ഏതെങ്കിലും സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ആൾക്കാരൊക്കെ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്, ഈ ന്യൂസ് പേപ്പർ ആഡ്സ്, യൂട്യൂബ് ഷോർട്സിലൊക്കെ വരുന്ന ആഡ്സ് ഒക്കെ ഇട്ട് അങ്ങനെ അഡ്വർടൈസ്മെന്റ് ഒക്കെ വേണ്ടി അവർ കുറെ പൈസ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചില ആപ്ലിക്കേഷൻ, നമ്മുടെ ഗൂഗിൾ പേ ആണ് ഇതിന് ആക്ച്വലി സ്റ്റാർട്ടിങ് കൊടുത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അഡ്വർടൈസ്മെന്റിന് മീഡിയക്കൊക്കെ കൊടുക്കുന്ന പൈസ ആൾക്കാരിലോട്ട് എത്തിക്കുന്നത് വഴി മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി കിട്ടും. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങളത് പറയുകയാണ്, ഈ ആപ്പ് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത്ര അധികം ക്യാഷ് കിട്ടും, നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുന്നു, നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പോകും, എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. അപ്പൊ ആ ഫ്രണ്ടിന് ക്യാഷ് കിട്ടുമ്പോഴേക്കും അടുത്തൊരാൾ പറയുന്നു. അപ്പം ഇതിനാണ് മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി ഈ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെക്കാളും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. സോ ഈ മെത്തേഡാണ് ഇന്നത്തെ കാലത്ത് പല
പല വലിയ വലിയ കമ്പനികൾ അല്ലെങ്കിൽ പല ചെറിയ കമ്പനികൾ മുതൽ വലിയ കമ്പനികൾ വരെ യൂസ് ചെയ്യുന്നു. സോ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അവർ ആക്ച്വലി ക്യാഷ് തരുന്നത്. എന്നാൽ ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് അവർ ഒരിക്കലും യൂസേഴ്സിന്റെ അടുത്തില്ല. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഇന്റർമീഡിയറ്ററി ആപ്സിന് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആപ്സിനെ അവർ കോൺടാക്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ആപ്സ് ആണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതില്ല. സോ അപ്പം ഈ ഒരു ആപ്പ് ഏതാണെന്ന് മനസ്സിലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളെ പോലുള്ള പലർക്കും ആക്ച്വലി ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കണമെന്ന് മനസ്സിലാത്തത്. സോ അത് തന്നെയാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇങ്ങനത്തെ ആപ്സ് എല്ലാം ടെസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഈ ആപ്സ് എത്തിക്കുന്നു. സോ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്കും എന്റെ അടുത്ത് എനിക്ക് പറയുന്നത് അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ ആപ്പ് യൂസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആക്ച്വലി ക്യാഷ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ആക്ച്വലി നല്ല രീതിയിൽ ഇതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളും ചെയ്യേണ്ടത് അതാണ്. നിങ്ങളും നിങ്ങളുടെ ഈ പറയുന്ന മാതിരി ഓൺലൈനിൽ നിന്നൊരു സൈഡ് ഇൻകം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് ഈ ആപ്ലിക്കേഷൻ എത്തിക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിന്റെ പർപ്പസ്, അതായത് നമുക്ക് ഇവർ ആക്ച്വലി ക്യാഷ് തരുന്നത് നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് വഴി നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവാൻ വേണ്ടി മാത്രമല്ല, അവർക്കും കൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പം നമ്മൾ ആക്ച്വലി നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റിന് മറ്റൊരു രീതിയിൽ അവർക്ക് കൂടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുക. സോ അതിന് വേണ്ടിയിട്ട് മാക്സിമം ആൾക്കാരിലേക്ക് ഈ ആപ്പ് എത്തിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ പാടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ആപ്പിന്റെ ലിങ്ക് എങ്കിലും ഷെയർ ചെയ്യുക. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് വഴി വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, നമ്മൾ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നത് വഴി വളരെ ഈസി ആയിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ പറയുന്നു, വളരെയധികം നിങ്ങൾ ഇതിനകത്ത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തതിന് നമ്മൾ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, പക്ഷെ നിങ്ങൾ ജസ്റ്റ് കുറച്ച് ടൈം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ കാര്യങ്ങൾ ഈ മ്യൂസിക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്കും ഈ പറയുന്ന കാര്യങ്ങൾ എത്തിക്കുക. നമ്മളെപ്പോലെ തന്നെ സൈഡ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരിലൊക്കെ നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുക. ആൻഡ് ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്.